പി വിജയൻ IPS ട്രെയിനിൽ തീവച്ചത് തീവ്രവാദികളാണെന്ന് പറയുകയും അതിനോടൊപ്പം തന്നെ അവർ അന്വേഷണ ഏജൻസികളുമായിട്ട് സഹകരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു പിണറായി വിജയൻ. അങ്ങനെ നിൽക്കുന്ന പി വിജയൻ ഇപ്പോൾ തിരിച്ചെത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോദിക്ക് പ്രിയപ്പെട്ടവരാണ്, അയ്യപ്പന് പ്രിയപ്പെട്ടവരാണ്. പി വിജയൻ തിരിച്ചു വരുമ്പോൾ പോലീസിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. സാർ എങ്ങനെ നോക്കിക്കാണുന്നു പി വിജയൻ്റെ തിരിച്ചുവരവിനെ, ആ സസ്പെൻഷനെയും കൂടെ? ഈ ആ സസ്പെൻഷനെയും പി വിജയൻ്റെ ഇപ്പം ഈ എന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കിയതും വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമാവും. പി വിജയൻ്റെ ഈ ADGP സ്വതന്ത്ര ചുമതലയുള്ള ഈ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP ആയിട്ട് വെച്ചതോടുകൂടി കൃത്യമായിട്ടൊരു മെസ്സേജ് പോകുന്നുണ്ട്. ആ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി, ഒരു ജനകീയ പോലീസിനെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റാൻ, നമ്മുടെ കേരള പോലീസിനെ ആ രീതിയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു പൊതുജന സൗഹൃദ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശകനായിട്ട് വെച്ചിരിക്കുന്നത് ഹേമേന്ദ്രൻ, പഴയ DGP ഹേമേന്ദ്രനെയാണ്. അപ്പോൾ ഈ ഹേമേന്ദ്രൻ്റെ സാന്നിധ്യവും ചെന്നിത്തലയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി VD സതീശൻ്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിനെ ഒരു നല്ല സൂചനയായിട്ടാണ് കാണുന്നത്. കാര്യം പി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് തോറ്റ ചരിത്രം മുതൽ നമ്മളുടെ മുമ്പിൽ ഉണ്ട്. കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മുൻപ് ഈ CBSE സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കാരും തോന്നുന്നു ഈ വിജയൻ്റെ ഈ ജീവിതകഥ പഠിക്കാൻ ഒരു പാഠപുസ്തകമായിരുന്നു. പാഠപുസ്തകത്തിൽ ഒരു പാഠമായിരുന്നു. ചുവട്ടുതൊഴിലാളിയായിട്ടൊക്കെ ജീവിച്ചു. ഈ കൽപ്പണി തൊഴിലാളിയായിട്ട് ജീവിച്ചു. 10ാം ആദ്യം 10ാം ക്ലാസ് തോറ്റു. ഞാൻ പറഞ്ഞു ഇതൊരു വലിയൊരു ആവേശത്തിന്റെ കഥയും കണ്ടാലും ഒരു അല്ലേ, ആർക്കും ഈ അധ്വാനത്തിലൂടെ ലക്ഷ്യത്തിലൂടെ വിജയന്റെ ആ ലക്ഷ്യം വളരെ പ്രധാനമായിരുന്നു. അതായത് വീട്ടിലെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുന്നു, 10ാം ക്ലാസ് തോക്കുന്നു, ഈ നിർമ്മാണ പണിക്ക് പോകുന്നു, പിന്നെ പല ഈ പറഞ്ഞതുപോലെ പണികൾ ചെയ്യുന്നു, ചില ബിസിനസ്സുകൾ ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നു. അങ്ങനെ വന്നിട്ട് ആ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അങ്ങനെ വന്ന പി വിജയൻ, ഈ പി വിജയൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം നമ്മൾ കാണുന്നത് ഈ പോലീസ് ഓഫീസർ ആയതിനു ശേഷമുള്ളൊരു ചരിത്രം കാണുന്നു. അത് ഈ അദ്ദേഹം എങ്ങനെയാണോ IPS ഓഫീസർ ആയത് എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം, ഒരു എന്താ പറയുക, ഒരു സ്വാധീന ശതമാനം വരുന്ന വ്യക്തികൾ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരാണ്. പിന്നെ അതേപോലെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളുണ്ടായിട്ട് കാര്യമായി പലപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഞെരുങ്ങിയ സംഗതിയും അതോടൊപ്പം തന്നെ ഒരു പരിധി വരെ ക്രിമിനൽവൽക്കരിക്കപ്പെട്ട സേനയുമാണ് ഈ പോലീസ് സേന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സേനയ്ക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ സർഗാത്മകമായിട്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിനെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുകയും ഭാവി തലമുറയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പദ്ധതി ഇറക്കുകയും ചെയ്യുന്ന, അതുപോലെ പരിസ്ഥിതിക്ക് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലൊരു പോലീസ് ഓഫീസറാണ് ഇപ്പോൾ പുണ്യം പൂങ്കാവനം മറ്റേ ശബരിമല പദ്ധതി, ആ ഒരു പോലീസ് ഓഫീസറായിട്ടിരുന്നു കൊണ്ട് ഇടപെട്ടത് ഒരു വലിയ പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. എങ്ങനെ അവിടെ സ്പിരിച്വാലിറ്റി, അവിടെ അയ്യപ്പനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ അല്ല ഈ സ്വാമിമാരുടെ ആ സ്പിരിച്വാലിറ്റിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അവിടുത്തെ പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാം, അതോടൊപ്പം തന്നെ അവരിലേക്ക് ഒരു ആശയം കടത്തിവിടാം എന്നുള്ളൊരു സംഗതി. അത് ചെറിയ, നമുക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അതിനെ ഡിസൈൻ ചെയ്തൊരു രീതിയുണ്ട്. അതെല്ലാം ഈ വിജയൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ, അല്ലെങ്കിൽ ഒരു എങ്ങനെയാണോ അദ്ദേഹം ഒരു 10ാം ക്ലാസ് തോറ്റെടുത്ത് നിന്ന് കൽപ്പണിക്കാരനായി ഈ IPS ഓഫീസറായി എത്തിയത്, അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റുഡൻറ് കേഡറ്റ് പോലീസ്, അത് ഇന്നിപ്പം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ആൾക്കാർ അതിൻ്റെ മാതൃക പഠിക്കാൻ കേരളത്തിൽ അല്ലേ. പിന്നെ അതുപോലെ തന്നെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അധ്യാപകര്, രക്ഷിതാക്കള്, പോലീസ്, നിയമജ്ഞന്മാര്, ജഡ്ജിമാരെ ഒക്കെ കൂട്ടിയിട്ട്
അവർ റെസ്പോൺസ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുക്കുന്ന ഒരു മാതൃകാ പദ്ധതി. എനിക്ക് തോന്നുന്നു ഞാനൊരു ഈ പറയുന്ന ജേർണലിസത്തിൻ്റെ തുടക്കകാലത്ത് SPCയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് SPCയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ല ധാരണ എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. ഞാൻ വേണ്ടിയിട്ട് ഒരുപാട് എഴുതുകയും ഈ പറയുന്ന പ്രൊമോഷൻ കാര്യങ്ങൾക്ക് മാധ്യമങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി വാർത്ത തയ്യാറാക്കാനൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് വിജയൻ സാറിനെ പല ഘട്ടങ്ങളിലും കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അന്ന് ഒരു വലിയ മീറ്റിങ്ങിൽ ഈ SPCയുടെ അത് ഷൗക്കത്ത് അലി സാറൊക്കെ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഒരാൾ പറഞ്ഞതാണ്, ഇങ്ങനൊരു പദ്ധതി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ്, ഇങ്ങനൊരു പദ്ധതി വേറെ ആർക്കും വിഭാവനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ശരിക്കും അതുകൊണ്ടാണ് പത്മ അവാർഡ് കൊടുക്കേണ്ട. അതെ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് നിന്ന് ആൾക്കാർ പഠിക്കാൻ വന്നത്. അതെ ഇപ്പോൾ ഉദാഹരണം അതിന് എനിക്ക് തോന്നുന്നു 2008 കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കും സമയത്താണെന്ന് തോന്നുന്നു വിജയൻ ഈ ഒരു പദ്ധതിക്ക് രൂപം നൽകുന്നത്. അത് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ അതൊരു വളരെ സജീവമായിട്ട് പോയിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കാണുന്ന ലഹരി ഉപയോഗമല്ലേ, അതൊക്കെ എത്ര മനോഹരമായിട്ടും അത് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അതിന് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സ്ട്രീം ഈ ഒരു മുഖ്യധാരയായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വളർത്തിയതിന് കാലത്തിനനുസരിച്ചിട്ട് വിദ്യാർത്ഥികളെ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഊർജ്ജത്തെയും സർഗാത്മകതയും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ഒരു ഡിസിപ്ലിൻ ഭയപ്പെടും കുട്ടികളെ കാണുമ്പോൾ. മനസ്സിലായില്ലേ, വരില്ല, അവിടത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരു വസ്തു ചീഞ്ഞ് കിടക്കുന്നിടത്താണ് ഈച്ചയും മറ്റു പ്രാണികളൊക്കെ വരിക. അത് അട്രാക്ട് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ എപ്പോഴും ഇത്തരം വ്യക്തികളും ഇങ്ങനെയുള്ള സംഗതികളും സംഘങ്ങളും ഒക്കെ വരുന്നത് അട്രാക്ട് ചെയ്യുന്നിടത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇത് വരില്ല. ഈ കീടങ്ങളും പ്രാണികളും ഒന്നും വൃത്തിയായ സ്ഥലത്തേക്ക് വരില്ല. അതെന്ന് വെച്ചാൽ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അവിടെയുള്ള എനർജി ലെവൽ വേറെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിദ്യാലയങ്ങളിലൊക്കെ ഈ പ്രത്യേകം ഈ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവരാരും അങ്ങോട്ട് വരില്ല. പക്ഷെ അങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത ആർക്കും ഒരു സംശയമില്ല, ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ വൃത്തികൾ കാണിക്കുമെന്നോ കള്ളത്തരം കാണിക്കുമെന്നോ പോലീസിലുള്ള സ്ഥിരം ക്രിമിനൽ സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു കാരണം പറഞ്ഞിട്ട് അതും വളരെ ഫ്ലിംസി ആയിട്ടുള്ളൊരു കാരണമാണ്. അതായത് ഈ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതികളെ കൊണ്ടുവരുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് അന്വേഷണ ചുമതലയില്ലായിട്ടും ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നിട്ട് ഒരു സീനിയർ ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറെ അന്നത്തെ ADGP ഈ ക്രമസമാധാനത്തിന് ചുമതലയുള്ള അജിത് കുമാറിൻ്റെ പിന്നെ റിക്വസ്റ്റിൽ അതല്ലെങ്കിൽ ശുപാർശയിൽ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ P. പോലെ ഇത്രയധികം അത് പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ ഇതിൽ റെഫർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആര്, P. വിജയൻ. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കഥയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹം എങ്ങനെ ചിന്തിക്കുമെന്ന് ഉള്ള ചിന്ത പോലും സ്വാധീനിക്കാതെ ഈ അജിത് കുമാർ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യിച്ചു. അവിടെ അജിത് കുമാറിനേക്കാൾ തെറ്റുപറ്റിയത് പിണറായി വിജയനാണ് അല്ലേ. അദ്ദേഹം പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ നേതാവും കൂടെ അല്ലേ. സമൂഹത്തിൻ്റെ പൾസസ് ശരിക്കും കൂടുതൽ അറിയണം. അതാണല്ലോ ഈ ജനാധിപത്യത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു പിണറായി വിജയൻ അവിടെ അദ്ദേഹത്തിനാണ് പാളിച്ചു പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ തോറ്റു. ഇതൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് അനീതിയല്ലേ. P. വിജയനെ പോലുള്ളൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകടമായിട്ട് അനീതി കാട്ടി ഈ സർക്കാർ. ഇതവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അനീതി ഒരു സർക്കാർ പ്രകടമായിട്ട് അനീതി കാട്ടുന്നുവെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇത് നിക്ഷേപിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അനീതി കാട്ടുന്നൊരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടില്ല എന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ്, അല്ല ഒരു സുപ്രഭാതത്തിലൊരു സംഭവം കൊണ്ടൊന്നുമല്ല ഒരു ഗവൺമെൻറ്റിനെ ജനങ്ങൾ താഴെ ഇറക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇപ്പം നമ്മുടെ ഈ പോലീസ് സേനയുടെ മുകളിലേക്ക് ക്രമസമാധാന ചുമതലയ്ക്ക് വരുമ്പോൾ വൻ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് പോലീസിൻ്റെ സമീപനത്തിൽ ഒരുപാട് ഇപ്പം നമുക്ക് ഒരു പുതിയ കാര്യങ്ങൾ പലതും കാണാൻ അവസരം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം കൊച്ചി പോലീസ് സിറ്റി കമ്മീഷണറായിരിക്കുന്ന സമയത്ത് ഈ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളുടെ ഭ്രാന്തമായ ഓട്ടം, കൊച്ചിയിലെ ഓട്ടം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അതിനെ ഒന്ന് പരുവപ്പെടുത്താനായിട്ട് അദ്ദേഹം ഒരു പരിപാടി പ്ലാൻ ചെയ്തു. അതായത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാർക്ക് യോഗ പരിശീലനം കൊടുക്കുക. വളരെ അന്നൊന്നും ഈ യോഗയൊന്നും നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പിന്നെ പ്രധാനമന്ത്രി മോദി
അല്ല പിന്നെ മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഈ യോഗയൊക്കെ ഇന്റർനാഷണൽ യോഗ ഡേ വരുന്ന സാധനം. ഇത് 2008 2009 കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്ന സാധനം. അത് 2007 8 കൊണ്ടാണ്. അന്ന് ഈ കൊച്ചിയിലെ ഈ ഒരു നിവൃത്തിയില്ല, അത് ഒരു ഭീകര ഒരു പേടി സ്വപ്നമായിരുന്നു ഈ സ്വകാര്യ ബസ്സുകളുടെ ഓടിപ്പെന്ന് പറഞ്ഞാൽ. അപ്പം അവർക്ക് അവരുടെ ഒരു മാനസികാവസ്ഥയുടെ തെളിവാണ് ഈ റോഡിലെ ഈ ഒരു ഭീതിതമായ അന്തരീക്ഷം ഡ്രൈവിങ്ങിലൂടെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാക്കണം. അവർ ഈ വെറുതെ ഈ ശിക്ഷിക്കുകയും അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യണമെന്നും കാര്യമില്ലല്ലോ. അത് ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം ഒരു യോഗ പരിശീലനം അവർക്ക് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടോ അത് വലിയ വിമർശനമൊക്കെ ഉണ്ടാക്കി അത് അവസാനം അതെനിക്ക് തോന്നുന്നു അത് നടപ്പിലായതുമില്ല. താമസിയാതെ അതിനോടൊന്ന് മാറ്റം ഉണ്ടായി. ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള പല പുതിയ സമീപനങ്ങൾ ഈ കേരള പോലീസ് നോക്കിക്കോളൂ. വിജയൻ ഈ ക്രമസമാധാന ചുമതലയേറ്റെടുത്തുകൊണ്ട് പറയുകയാണ്, ഇതിനകത്ത് വിജയൻ്റെതായിട്ടുള്ള ഒരു പദ്ധതി, ഒരു ഒരു മുദ്ര പതിക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ ഓപ്പറേഷൻ ബ്ലേഡ് സാറിന് ഓർമ്മ കാണും, പലിശക്കാർ പിടിക്കുന്നത്. നല്ല പരിപാടിയല്ല. അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ പരിപാടി ഈ പോലീസിനെയും സൊസൈറ്റിയെയും തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി ഏതെങ്കിലും അദ്ദേഹം കൊണ്ടുവരും. ഒരു ബ്രിഡ്ജ് കൊണ്ടുവരും. ബ്രിഡ്ജ് കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തിൽ പോലീസ് എന്ന് പറയുന്നത്, ഇപ്പം പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയില്ല, എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഇപ്പം വിദേശ രാജ്യത്തൊക്കെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വയസ്സുള്ള കുട്ടിക്ക് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അടുത്ത് ചെന്ന് കാണുന്ന കോൺസ്റ്റബിൾ എടുത്തെന്ന് പറയും, അങ്കിൾ ഐ ലോസ് മൈ വേ, ഇതാണ് എൻ്റെ അഡ്രസ്സ്, വീട്ടിലേക്ക് ഉള്ള വഴി കാണിച്ചിട്ടുണ്ടെന്ന് പറയും. ഇവിടെ 3, 4, 5, 6 വയസ്സുള്ള കുട്ടികൾ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പറയും, മക്കളെ ഉറങ്ങിക്കോ അല്ലെങ്കിൽ പോലീസ് വരുമെന്ന് പറയും. അപ്പം ഈ ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കണം. അതാണ് ഈ പോലീസും കള്ളനും എന്നുള്ളൊരു സങ്കല്പം ഇപ്പോഴും നമ്മളെയൊക്കെ നയിക്കുന്നുണ്ട്. പണ്ടൊക്കെ കുട്ടികൾ ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ കള്ളനും പോലീസും കളിക്കുമായിരുന്നു. അപ്പോൾ ആ കളികളിൽ കൂടെ തന്നെ നമ്മുടെ പോലീസിനെ കുറിച്ചിട്ടുള്ള ധാരണ നമ്മുടെ ചെറുപ്രായത്തിലകത്തേക്ക് കയറിയായിരുന്നു. അതൊക്കെയാണ് ഈ മുതിരുമ്പോഴും പോലീസുകാരെ നയിക്കുന്നതും ഈ പൊതുജനത്തെ നയിക്കുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരണയൊക്കെ മാറ്റിയെടുക്കുന്നതിനൊക്കെയാണ് ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റൊക്കെ ഒരുപാട് സഹായകരമായത്. അപ്പോൾ അതുപോലെ ഒരു വലിയൊരു പ്രതീക്ഷയാണ് ഈ വിജയനെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. മോദിയുടെ മിത്രമാണ് എന്നുള്ളത് സംസാരിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ പിണറായിയുടെ ശത്രുവാണ് എന്നുള്ളതും മനസ്സിലായി. അപ്പൊ ഇനി വി.ഡി. സതീശന്റെ കാലത്ത് എന്തായിരിക്കും എന്നുള്ളതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ പി വിജയനായിരിക്കും അല്ലേ? അല്ല, ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കണ്ടില്ല. കാര്യം പി വിജയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഈ നിലവിലുള്ള സാഹചര്യത്തെ എങ്ങനെ അനുകൂലമാക്കി മാറ്റാം. ഉദാഹരണത്തിന് ഈ കേരള പോലീസിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കിയൊരു വ്യക്തിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ നിലവിലുള്ള സാഹചര്യത്തെ പഴി പറയാതെ ആ അവസരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള അന്വേഷണത്തിലൂടെ നടക്കുന്ന ഒരു സർഗാത്മകനായ പോലീസ് ഓഫീസറാണ് വിജയൻ. അപ്പോൾ അതുകൊണ്ട് വിജയനിൽ നിന്നുള്ള വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഇപ്പം വി.ഡി. സതീശൻ മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു സമീപനമുണ്ട്. എന്താണ് സർക്കാർ, അതിൻ്റെ സമീപനം എങ്ങനെയായിരിക്കണം, ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ വൈകാരികതയും അറിഞ്ഞുകൊണ്ട് ഒരു സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുന്ന ഒരു സേനയായിരിക്കണം. അത് ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഹേമചന്ദ്രനെ ഉപദേഷ്ടാ, വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ളൊരു പോലീസ് ഓഫീസറാണ്. മാത്രമല്ല അദ്ദേഹത്തിനൊരു പോലീസ് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനം പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ ഇപ്പം വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉപദേഷ്ടാവായിട്ടിരിക്കുന്ന ഒരു സംഘം. ഒരു പക്ഷേ ഹേമചന്ദ്രൻ്റെയും കൂടെ ഒരു സെലക്ഷൻ തന്നെ ആയിരിക്കണം പി വിജയൻ. അപ്പോൾ ഒരു നല്ല ടീം ആയിട്ടുണ്ടെന്നാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പും വിജയൻ്റെ കാഴ്ചപ്പാടും കൂടെ സംയോജിക്കുന്ന രീതിയിലുള്ള ഒരു ടീം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണപരമായ മാറ്റം ഉണ്ടാക്കും. പോലീസിൻ്റെ സ്വഭാവത്തിലും മാറ്റം വരും. ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രകടമായ ഒരു സംഗതിയാണ്. കാര്യം സ്റ്റേറ്റും ജനങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഗുണപരമായ മാറ്റം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ ഒട്ടേറെ മറ്റു പല കാര്യങ്ങളിലേക്കും അത് വളരെ ഗുണകരമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അപ്പോൾ അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ നല്ലൊരു തീരുമാനമാണ്, വളരെ ശ്ലാഘനീയമായ ഒരു തീരുമാനമാണ്. കാര്യം പ്രതീക്ഷ നൽകുന്നൊരു തീരുമാനമാണ്. പോലീസ് ADGP ഈ ഒരു ചുമതലയൊക്കെ നിയമിക്കുമ്പോൾ ഈ പൊതുജനങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയ അപൂർവം ചില സന്ദർഭങ്ങളുണ്ട്. അത്ര ഒരു സന്ദർഭമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വിജയൻ്റെ വാക്കുകൾക്കും കേരളത്തിലെ
ജനങ്ങൾ വില കൊടുക്കേണ്ടതാണ് എന്ന് അത് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.